പ്രധാനപ്പെട്ട ഒരു വാർത്ത വരുന്നു. കോട്ടയത്തെ ഇരട്ടക്കൊലപാതകത്തിൽ പ്രതി ഇപ്പോൾ പിടിയിലായിരിക്കുന്നു. ടോബി ജോൺസൺ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ടോബി, ഇയാളെ തൃശൂർ ജില്ലയിൽ നിന്നാണ് പിടികൂടിയതെന്ന് മനസ്സിലാക്കുന്നു. എങ്ങനെയായിരുന്നു പോലീസ് സംഘം അങ്ങോട്ടേക്ക് എത്തിയത്? കൂടുതൽ വിവരങ്ങൾ പറയൂ. ഇന്നലെ ഈ സംഭവം നടന്നപ്പോൾ മുതൽ തന്നെ പോലീസിന്റെ കൃത്യമായിട്ടുള്ള ഒരു പരിശോധന, ഒരു അന്വേഷണം ആരംഭിച്ചിരുന്നു. ഏറ്റവും പ്രധാനമായിട്ട് CCTV കേന്ദ്രീകരിച്ചാണ് പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടി ഈ റെയിൽവേ സ്റ്റേഷനിലെത്തി അവിടെ നിന്നും ഒരു പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുത്തിരുന്നു. അതിനുശേഷം അത് ഈ വീട്ടിൽ ഉപേക്ഷിച്ചിരുന്നു. അപ്പോൾ ട്രെയിൻ കയറി എവിടേക്കെങ്കിലും പോയതാണോ എന്ന് പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാനായിരുന്നു അതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ അങ്ങനെയല്ല, ബസ് മാർഗമാണ് ഈ പ്രതി രക്ഷപ്പെട്ടത് എന്നുള്ളൊരു വിവരമാണ് പോലീസിന് ലഭിച്ചത്. അതായത് ബാംഗ്ലൂരിലേക്ക്, കർണാടകത്തിലേക്ക് പോകുന്നതിന് വേണ്ടിയുള്ള ഏതോ ഒരു ബസ്സിലാണ് കയറിയതെന്നുള്ളൊരു വിവരം ലഭിക്കുന്നു. അങ്ങനെയാണ് ഈ തൃശൂർ ജില്ലയിലേക്ക് ഈ പ്രതി എത്തിയിട്ടുണ്ട് എന്നുള്ളൊരു വിവരം ഇന്നലെ രാത്രിയിൽ തന്നെ പോലീസിന് ലഭിക്കുന്നു. അങ്ങനെ പോലീസിന്റെ പ്രത്യേക സംഘം അവിടെ എത്തുകയും ഈ പ്രതിയെ ഇപ്പോൾ പിടികൂടിയിട്ടുണ്ട്, മാള മേലടൂർ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് പിടികൂടിയിട്ടുണ്ട് എന്നുള്ളൊരു പ്രാഥമിക വിവരം മാത്രമാണ് ലഭിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ മണിക്കൂറുകൾക്കകം തന്നെ, ഒരു 24 മണിക്കൂർ കഴിഞ്ഞ് തികയുന്ന ആ സമയത്ത് തന്നെ ഈ പ്രതിയെ പിടികൂടിയെന്ന് ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ പറയാം. എന്തായാലും നാടിനെ നടുക്കിയ ഒരു സംഭവമാണ്. ഈ കോട്ടയം ജില്ലയിലെ ഒരു പ്രമുഖ വ്യവസായി അവരുടെ കോട്ടയം നഗരത്തിലുള്ള വീട്ടിൽ വെച്ചാണ് അതിക്രൂരമായിട്ടുള്ള ഈ കൊലപാതകം നടക്കുന്നത്. ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത് ഈ പ്രതിക്കുണ്ടായ വൈരാഗ്യമാണ്. നേരത്തെ പറഞ്ഞ് നമ്മൾ കഴിഞ്ഞ ദിവസം ഇന്നലെയെല്ലാം സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു മൊബൈൽ ഫോൺ മോഷണവുമായി ബന്ധപ്പെട്ടുള്ള ഒരു വൈരാഗ്യം. ഈ പ്രതി ഈ മരിച്ച വിജയകുമാറിന്റെ മൊബൈൽ മോഷ്ടിക്കുന്നു, അതിൽ നിന്നും പണം തട്ടിയെടുക്കുന്നു, അത് പോലീസ് കേസാകുന്നു. അങ്ങനെ ഈ പ്രതി അറസ്റ്റിലാകുന്നു, റിമാൻഡിൽ പോകുന്നു. അതേ തുടർന്ന് ഈ പ്രതിയുടെ കുടുംബ ബന്ധം ശിഥിലമാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതിലുണ്ടായ വൈരാഗ്യമാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നുള്ള ഒരു പ്രാഥമിക വിവരമാണ് പോലീസ് പങ്കുവെക്കുന്നത്. പക്ഷേ അത് ഇന്ന് നമ്മൾ പോലീസുമായി ബന്ധപ്പെടുമ്പോൾ അത് തന്നെയാണ് കാരണം. 99% ഈ പറയുന്ന അസം സ്വദേശിയായിട്ടുള്ള അമിതാണ് ഈ കൊലപാതകം നടത്തിയതെന്ന് പോലീസ് പറഞ്ഞു വെക്കുന്നുണ്ടായിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് ഈ പ്രതിയെ പിടികൂടുകയും ചെയ്തു എന്നുള്ള ഒരു വിവരം ലഭിക്കുന്നത്. എന്തായാലും മണിക്കൂറുകൾക്കകം തന്നെ ഈ പ്രതിയെ പിടികൂടിയിട്ടുണ്ട്. മറ്റ് പല അഭ്യൂഹങ്ങളും ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഉയരുന്നുണ്ടായിരുന്നു. പക്ഷേ പോലീസ് അതെല്ലാം തള്ളിക്കളയുകയാണ്. അതിനപ്പുറത്തേക്ക് ഈ കൊലപാതകം നടത്തിയത് ഈ അസം സ്വദേശിയായിട്ടുള്ള അമിത് ഒറ്റയ്ക്കാണ്. അദ്ദേഹത്തിന് ആ പ്രതിക്കുണ്ടായ വ്യക്തിവൈരാഗ്യമാണ് ഈ ഒരു കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ്. എന്തായാലും അല്പസമയത്തിനുള്ളിൽ തന്നെ കോട്ടയം ജില്ലയിലേക്ക് പ്രതിയെ കൊണ്ടുവരുമെന്നുള്ള ഒരു വിവരം കൂടി നമുക്ക് ഇപ്പോൾ പങ്കുവെക്കാൻ സാധിക്കുന്നുണ്ട്. സ്മിത, ടോബി, പി അമിത് രക്ഷപ്പെടാൻ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് എവിടേക്കെങ്കിലും തമിഴ്നാട്ടിലേക്ക് കടക്കുകയോ ആ രീതിയിൽ രക്ഷപ്പെടാനുള്ള ശ്രമത്തിലായിരുന്നുവെങ്കിൽ ഈ തൃശൂർ ജില്ലയിലെ മാള മേലടൂരിൽ അവിടേക്ക് അയാൾ എന്തിനെത്തണം എന്നുള്ളൊരു ചോദ്യവും ഉയരുന്നുണ്ട്. കാരണം തൃശ്ശൂരിൽ നിന്ന് സ്വാഭാവികമായിട്ടും പാലക്കാടേക്കുള്ള ദേശീയപാതയിലൂടെയുള്ള യാത്രയാകും ഈ രീതിയിലുള്ളവർ തിരഞ്ഞെടുക്കുക. പക്ഷേ അതിലൊക്കെ തന്നെ സംശയമുണ്ട്. ഇയാൾക്കൊപ്പം ഇനി കൊലപാതകം നടത്തുന്നതിൽ ഇയാൾക്ക് ആരുടെയെങ്കിലും സഹായം ലഭിച്ചിരുന്നു? ആ രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ ഇപ്പോൾ ഉയരേണ്ട ഒരു സമയം കൂടിയാണ്. ഇയാൾക്ക് രക്ഷപ്പെടാൻ ആരെങ്കിലും സഹായിച്ചോ? ഏതായാലും അമിത് തന്നെയാണ് കൊലപാതകം നടത്തിയത് എന്നുള്ള ഒരു സ്ഥിരീകരണം എത്തുന്നതിന് പിന്നാലെയാണ് ഇപ്പോൾ പ്രതിയെ തൃശ്ശൂരിലെ മാളയിൽ നിന്ന് മേലടൂർ എന്ന സ്ഥലത്ത് നിന്ന് പിടികൂടിയിട്ടുള്ളത്. പോലീസ് മറ്റു കാര്യങ്ങളെല്ലാം ഇനി കണ്ടെത്തേണ്ടിയിരിക്കുന്നു. എപ്പോഴാണ് ഇയാളെ കോട്ടയത്തേക്ക് എത്തിക്കുക? മറ്റു വിവരങ്ങൾ സ്മിത, അല്പസമയം മുമ്പാണ് ഈ വിവരം നമുക്ക് ലഭിച്ചത്. അതിൽ കൂടുതൽ വിശദാംശങ്ങളൊന്നും പോലീസിന്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടില്ല. പിടികൂടിയിട്ടുണ്ട് എന്നുള്ളൊരു വിവരം മാത്രമാണ് നമുക്ക് ലഭിക്കുന്നത്. എന്തായാലും ആരെങ്കിലും സഹായിച്ചിട്ടുണ്ടോ? ഇയാൾ ഒറ്റയ്ക്കാണോ ഈ കൊലപാതകം നടത്തിയത്? അതിനപ്പുറത്തേക്ക് മറ്റാരെങ്കിലും ഈ പ്രതിക്കൊപ്പം ഉണ്ടായിരുന്നോ? ഇയാൾക്ക് ആരുടെയെങ്കിലും ഭാഗത്തു നിന്നും സഹായങ്ങൾ ലഭിച്ചിട്ടുണ്ടോ എന്നതടക്കമുള്ള ചോദ്യങ്ങൾ ബാക്കിയാണ്. പക്ഷേ പോലീസുമായി നമ്മൾ ബന്ധപ്പെട്ടപ്പോൾ രാവിലെ നമുക്ക് അറിയാൻ സാധിച്ചത്, രാവിലെ ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു ലോഡ്ജിന് മുന്നിലാണ്. കോട്ടയം റെയിൽവേ സ്റ്റേഷന് സമീപത്തുള്ള ലോഡ്ജാണ്. അവിടെ നിന്നാണ് നിർണായകമായിട്ടുള്ള ഒരു CCTV ദൃശ്യങ്ങൾ ലഭിച്ചത്. പുലർച്ചെ ഈ കൊലപാതകത്തിന് ശേഷമായിരിക്കണം ഈ പ്രതി വന്ന് ഈ ലോഡ്ജിലേക്ക് കയറുന്ന ദൃശ്യങ്ങളടക്കമുണ്ട്. ഒപ്പം തന്നെ കഴിഞ്ഞ 19-ാം തീയതിയാണ് ഇവിടെ വന്ന് ഈ പ്രതിയായിട്ടുള്ള അമിത് റൂം എടുത്തതെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന CCTV ദൃശ്യങ്ങളിൽ ഇവിടുത്തെ 7-ാം നമ്പർ മുറിയിലാണ് അയാൾ താമസിച്ചതെന്നുള്ള ഒരു വിവരം കൂടി ലഭിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ലഭിച്ച CCTV ദൃശ്യങ്ങൾ ഈ കേസിൽ വളരെയധികം നിർണായകമായിട്ടുള്ള ഒന്നാണ്. ഇവിടെ കയറി വരുന്നതും ഇറങ്ങിപ്പോകുന്നതും എല്ലാം പോലീസിന് ലഭിച്ചിട്ടുണ്ട്. പുലർച്ചെ വന്ന് കയറുമ്പോൾ കയ്യിൽ ഒന്നുമില്ലായിരുന്നു എന്നുള്ളൊരു നിർണായക വിവരം കൂടി പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അതായത് ഈ കൊലപാതകത്തിന് ശേഷം അവിടെ നിന്ന് മൊബൈൽ ഫോണുകളും അതുപോലെ തന്നെ ഹാർഡ് ഡിസ്കും കാണാതെ പോയിരുന്നു. പക്ഷേ ഇവിടെ വന്ന് കയറുന്ന പ്രതിയുടെ കയ്യിൽ ഇത്തരത്തിലുള്ള സാധനങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ മറ്റെവിടെയെങ്കിലും ഇത് നശിപ്പിച്ചിട്ടുണ്ടോ എന്നൊരു സംശയമാണ് പോലീസിനുണ്ടായിരുന്നത്. ഇന്നലെ വീടിന് സമീപത്തുള്ള കിണർ, അവരുടെ ആ കിണർ വറ്റിച്ച് അത് പരിശോധിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഒരു നടപടിയിലേക്ക് പോലീസ് പോയിരുന്നു. അത് ഈ തെളിവ് ഉപേക്ഷിച്ചതിന്റെ, അതായത് ഈ ഹാർഡ് ഡിസ്ക് അടക്കം ഉപേക്ഷിച്ച്
അവിടെ ഉപേക്ഷിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്നതിന് വേണ്ടിയായിരുന്നു. ഏതായാലും അത് കണ്ടെത്താനുള്ള ശ്രമം കൂടി പോലീസിന്റെ ഭാഗത്തു നിന്നും ഊർജിതമായിട്ട് നടക്കുന്നുണ്ട്. മൊബൈൽ ഫോണുകൾ 3 കാണാനുണ്ട്. അതിലൊന്ന് ഇന്ന് ഓണായിട്ടുണ്ട് എന്നുള്ളൊരു വിവരം പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ അത് കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണമായിരിക്കാം പ്രതിയിലേക്ക് എത്തിച്ചതെന്ന് നമ്മൾ അങ്ങനെ വിശ്വസിക്കേണ്ടി വരും. എന്തായാലും വ്യക്തമായിട്ട് 3 സംഘങ്ങളായി തിരിഞ്ഞ പോലീസ് 3 സ്ഥലത്തേക്ക് നേരത്തെ തേനിയിലേക്കൊക്കെ പോകാൻ സാധ്യതയുണ്ടെന്ന് പോലീസ് പറഞ്ഞിരുന്നെങ്കിലും ഇന്ന് രാവിലെ ബാംഗ്ലൂർ വഴി കർണാടകത്തിലേക്ക് പോകാനുള്ള ഒരു സാധ്യത പോലീസ് പറഞ്ഞിരുന്നു. ബസ്സിലാണ് ഇയാൾ യാത്ര ചെയ്തത് എന്നുള്ളൊരു വിവരം കൂടി പോലീസിന്റെ ഭാഗത്തു നിന്ന് ലഭിച്ചു. അങ്ങനെയാണെങ്കിൽ ആ വിവരങ്ങളുടെ എല്ലാം അടിസ്ഥാനത്തിലായിരിക്കും പോലീസ് കൃത്യമായി ഇയാളെ ട്രാക്ക് ചെയ്തിരുന്നു ഇന്നലെ തന്നെ എന്നുള്ളതാണ് പോലീസ് എന്ന് വേണം വിശ്വസിക്കാൻ. ഇന്നലെ നമ്മൾ എസ് പിയുമായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹവും പറഞ്ഞതാണ് കൃത്യമായിട്ടുള്ള ഒരു ട്രാക്കിംഗ് നടക്കുന്നുണ്ട്, പ്രതി കസ്റ്റഡിയിലില്ല, പക്ഷേ കൃത്യമായിട്ടുള്ള നിരീക്ഷണം നടക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെ ഉടൻ പിടിയിലാകുമെന്നുള്ളൊരു ആത്മവിശ്വാസം കോട്ടയം എസ് പിയും പറഞ്ഞിരുന്നു. അങ്ങനെയാണെങ്കിൽ ഈ കേസിൽ ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു കാര്യമാണ് നടന്നിരിക്കുന്നത്. ഈ പ്രതിയെ പിടിക്കാൻ സാധിച്ചു എന്നുള്ളത്. ഇനി അറിയേണ്ടത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള അത് മോട്ടീവ് എന്ത്, ഈ രണ്ടുപേരെയും കൊലപ്പെടുത്താനുള്ള മോട്ടീവ് ഈ വ്യക്തിവൈരാഗ്യമാണോ അതല്ല അതിനപ്പുറത്തേക്ക് മറ്റെന്തെങ്കിലും ഉണ്ടോ, കൂടുതൽ വശങ്ങൾ ഇതിനുണ്ടോ എന്നതടക്കം. ഇപ്പോൾ പ്രതിയെ പിടിച്ചു എന്ന് പറയുമ്പോൾ പോലും മകന്റെ മരണവുമായി ബന്ധപ്പെട്ടുള്ള പല ദുരൂഹതകളും നിലനിൽക്കുന്നുണ്ട്. ആ കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. പോലീസ് പക്ഷേ ഇപ്പോൾ പറയുന്നത് ആ കേസിന് ഈ ദമ്പതികൾ മരിച്ചതുമായി കാര്യമായി ബന്ധങ്ങളൊന്നുമില്ല എന്നാണ് പോലീസ് പറയുന്നത്. പക്ഷേ സംശയങ്ങൾ ഉയരുന്ന ഒരു സാഹചര്യത്തിൽ അക്കാര്യത്തിൽ കൂടി ഒരു സംശയ നിവാരണം പോലീസിന് വരുത്തേണ്ടി വരും. എന്തായാലും പ്രതിയെ പിടിച്ചു എന്നുള്ളത് കേരള പോലീസിന് ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ്.